ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികയേ ഭുവനേശ്വരി ആഗമവേഗ കലാമയ രൂപിണി. ഈ നവം എന്ന വാക്കിന് രണ്ട് അർത്ഥമാണുള്ളത്. ഒന്ന് പുതിയത്, പിന്നെ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള ഒരു വിശേഷമാണ് നവരാത്രി. സരസ്വതി കലയുടെ ദേവതയാണ്. നമ്മൾ ലോകത്ത് ഏത് ജോലി എടുത്താലും അതെല്ലാം കലയിൽ അധിഷ്ഠിതമാണ്. ഇത് വിദ്യാദേവതയുടെ ആഘോഷമാണ്, വിദ്യാദേവതയുടെ പൂജാ നാളുകളാണ്. നാടെങ്ങും നവരാത്രി ആഘോഷമാണ്. വീടുകളിൽ ബൊമ്മക്കൊലു ഒരുക്കിയും ക്ഷേത്രാങ്കണങ്ങളിൽ പൂജ വച്ചും ആയുധപൂജയും വിദ്യാപൂജയും ഒക്കെയായി രാജ്യവും നമ്മുടെ കൊച്ചു കേരളവും ദേവിയെ, പ്രത്യേകിച്ച് സരസ്വതി ദേവിയെയും ദുർഗാദേവിയെയും ഒക്കെ ആരാധിക്കുന്ന നാളുകൾ. ഇക്കുറി 10 ദിവസമാണ് പൂജ വയ്പ്പിന്, അതായത് പൂജാ നാളുകൾക്ക് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നമുക്കൊപ്പം ബൊമ്മക്കൊലു ഒരുക്കുകയും അതിൻ്റെ ആചാര്യസ്ഥാനത്തൊക്കെയുള്ള ഒരു ശ്രേഷ്ഠനെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികയേ ഭുവനേശ്വരി ആഗമവേഗ കലാമയ രൂപിണി അഖില ചരാചര ജനനി നാരായണി നാഗകങ്കണ നടരാജ മനോഹരി ജ്ഞാനവിദ്യേശ്വരി രാജരാജേശ്വരി ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികയേ பலவிதமாய் உன்னை ஆடவும் பாடவும் பாடி கொண்டாடும் அன்பர் பதமலர் சூழவும் உலகம் முழுவதும் அகநிறை காணவும் ஒரு நிலை தருவாய் காஞ்சி காமேஸ்வரி ஸ்ரீசக்கரராஜ சிம்ஹாசனேஸ்வரி ஸ்ரீலலிதாம்பிகையே உழன்று திரிந்த என்னை உத்தமனாக்கி வைத்தாய் உழறிய பெரியோருடன் ஒன்றிடம் கூட செய்தாய் நிழலென தொடர்ந்து என்னுள் மாயையை நீக்க செய்தாய் நித்ய கல்யாணி பவானி பத்மேஸ்வரி ஸ்ரீ சக்கரராஜ சிம்ஹாசனேஸ்வரி ശ്രീലളിതാംബികയേ. നമസ്തേ. ശാരദാം ശാരദാം ഭോജവദനാം വദനാംബുജേ സർവദാ സർവദാസ്മാകം സന്നിധിം സന്നിധിം ക്രിയാത്. 1201 ആണ്ടിലെ, അതായത് 2025 നവരാത്രി സെപ്റ്റംബർ മാസം 22-ാം തീയതി ആരംഭിച്ച് ഒക്ടോബർ 2-ാം തീയതി അവസാനിക്കുകയാണ്. ഈ നവം എന്ന വാക്കിന് രണ്ട് അർത്ഥമാണുള്ളത്. ഒന്ന് പുതിയത്, രണ്ടാമത് 9. അപ്പം ചില വർഷങ്ങളിൽ നമുക്ക് നവരാത്രി 9 രാത്രികളിൽ വരും. വിരളമായിട്ട് ചില വർഷങ്ങളിൽ 10 രാത്രിയാണ് വരുന്നത്. അതായത് പ്രഥമ മുതൽ തുടങ്ങി ദശമി വരെ വരുന്ന ദിവസങ്ങളാണ് നവരാത്രിയുടെ ആഘോഷിക്കുന്നത്. ഇപ്രാവശ്യം നമുക്കത് ഒരു തിഥി 2 ദിവസം വരുന്നുണ്ട്. അപ്പോൾ 10 രാത്രിയാണ് ഇപ്രാവശ്യം നമുക്ക് വന്നിട്ടുള്ളത്. പിന്നെ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള ഒരു വിശേഷമാണ് നവരാത്രി. നമ്മൾ സ്ത്രീകളെ ക്ഷണിക്കുകയും അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ചന്ദനം, കുങ്കുമം എന്നിവ കൊടുത്ത് അവർ സ്വീകരിച്ചിരുത്തുകയും അവർക്ക് വെറ്റ, അടയ്ക്ക, പഴം, ദക്ഷിണ, മഞ്ഞൾ എന്നിവ കൊടുക്കുകയും അതേപോലെ കൊച്ചു കുട്ടികൾക്ക് നമ്മൾ പട്ടുപാവാട തുണി, വള, മാല, കമ്മൽ എന്നിവ കൊടുത്ത് സ്വീകരിക്കുകയും ചെയ്യുന്ന പതിവ് നവരാത്രി സമയത്തുണ്ട്. പിന്നെ സരസ്വതി കലയുടെ ദേവതയാണ്. നമ്മൾ ലോകത്ത് ഏത് ജോലി എടുത്താലും അതെല്ലാം കലയിൽ അധിഷ്ഠിതമാണ്. അപ്പം അതുകൊണ്ടാണ് നവരാത്രി ഇത്രയും പ്രാധാന്യം വരാൻ കാരണം. മലയാള സമ്പ്രദായം അനുസരിച്ച് നമ്മുടെ പൂജ വെപ്പ് എന്ന് പറയുന്നത് അഷ്ടമി തിഥിയിൽ വൈകിട്ട് നമ്മൾ പൂജ വെച്ച് ദശമി തിഥിയിൽ എടുക്കുന്നതാണ് മലയാള സമ്പ്രദായം. പക്ഷേ ഈ ബൊമ്മക്കൊലു എന്ന് പറയുന്നത് തമിഴ് സമ്പ്രദായമാണ്. തമിഴ്, കർണാടക എല്ലായിടത്തും ഉണ്ട്. ശരിക്കും നമ്മുടെ ഈ ദേവതാ രൂപങ്ങൾ നമ്മൾ മണ്ണിൽ ഉണ്ടാക്കിച്ച് അതിൽ നമ്മൾ പൂജിക്കുന്ന ഒരു പതിവാണ്. അപ്പം അതിൽ നമുക്ക് ദശാവതാരം, അതേപോലെ നവനരസിംഹം, അതേപോലെ തിരുപ്പതി ബ്രഹ്മോത്സവം,
അതേപോലെ അഷ്ടലക്ഷ്മികൾ, അതേപോലെ ശ്രീരാമൻ്റെ പട്ടാഭിഷേകം തുടങ്ങിയ നിരവധി ബൊമ്മകൾ നമ്മൾ വയ്ക്കും. പക്ഷെ ഇതിനെക്കാട്ടി പ്രധാനം നമ്മൾ പ്രഥമയുടെ അന്ന് രാവിലെ കലശത്തിൽ നമ്മൾ ദേവീനെ ദുർഗാലക്ഷ്മിയെ സരസ്വതിയായിട്ട് ആവാഹിച്ച് പൂജ തുടങ്ങും. എല്ലാ ദിവസവും 2 നേരവും നമ്മൾ ഷോഡശോപചാര പൂജ പതിവുണ്ട്. ഈ അഷ്ടമിയുടെ അന്ന് ഒരു കൊച്ചു കുട്ടിയെ നമ്മൾ ദേവിയായിട്ട് സങ്കല്പിച്ച് നമുക്ക് പൂജ പതിവുണ്ട്. അതേപോലെ മഹാനവമിയുടെ അന്ന് ആയുധ പൂജ. അടുത്ത ദിവസം രാവിലെ പൂജ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നവരാത്രി സമാപിക്കും. ഏറ്റവും മുകളിൽ പ്രധാന സരസ്വതി, ഇപ്പുറത്ത് നമുക്ക് ഗണപതി, അപ്പുറത്തെ അറ്റം ലക്ഷ്മിയുണ്ട്. പിന്നെ ഈ പറഞ്ഞ ശാസ്താവ്, മുരുകൻ്റെ കല്യാണം. അതിൻ്റെ അടുത്തത് നമുക്ക് ഈ തിരുപ്പതിയിൽ ബ്രഹ്മോത്സവം, ആ ഉത്സവത്തിൻ്റെ ശങ്കരാചാര്യരുണ്ട് ഏറ്റവും മേളിൽ. അതായത് നമ്മുടെ ഗുരുസ്ഥാനീയൻ ശങ്കരാചാര്യയാണ്. അപ്പം അതേ ഗുരുസ്ഥാനീയൻ. പിന്നെ അതേപോലെ ദശാവതാരം. പിന്നെ അതേപോലെ ഈ 6 കന്യകൾ, അതായത് സുബ്രഹ്മണ്യൻ്റെ. പിന്നെ ഗണപതിയുടെ ഒരു സെറ്റ് ഉണ്ട്. പിന്നെ അപ്പുറത്ത് മഹാവിഷ്ണു അത്തിവരത്തർ എന്ന് പറയുന്ന സെറ്റാണ്. അതായത് നമുക്ക് കാഞ്ചീപുരത്തിൽ 40 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഈ വെള്ളത്തിൽ നിന്ന് ഈ വിഗ്രഹം പുറത്തെടുക്കാറുള്ളൂ. അപ്പം അത് തൊട്ടടുത്ത് നമുക്ക് നവനരസിംഹം, അത് അപ്പുറത്ത് ശ്രീരാമൻ്റെ പട്ടാഭിഷേക സെറ്റ്. അതിൻ്റെ അടുത്തതിൽ നമുക്ക് അഷ്ടലക്ഷ്മികൾ, പിന്നെ പഞ്ചപാണ്ഡവർ, ഇതൊരു കല്യാണ സെറ്റ്. അതേപോലെ ഇത് ദക്ഷിണാമൂർത്തി സെറ്റ്. ഇത് നമുക്ക് കൃഷ്ണൻ്റെ തുലാഭാര സെറ്റ്. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് കുമാരസ്വാമി വന്നിട്ടുള്ള വെള്ളിക്കുതിരയുടെ ആ ഒരു സെറ്റ്. പിന്നെ ഇത് നവഗ്രഹ സെറ്റ്. ഇത് കൃഷ്ണൻ്റെ, അതായത് നമ്മുടെ കൃഷ്ണൻ്റെ ജനനം മുതൽ അദ്ദേഹത്തിൻ്റെ ആ സെറ്റ്. കൃഷ്ണാഷ്ടമിയുമായി ഇത് വന്നിട്ട് നമുക്ക് ശരിക്കും ലളിതാംബാൾ എന്ന് പറയുന്ന ദേവിയുടെ അവരുടെ ഒരു എന്താ പറയുക ഒരു സിംഹാസനം, അപ്പുറം ലക്ഷ്മി, സരസ്വതി, അവർ സ്വീകരിക്കുന്ന ആൾക്കാർ തുടങ്ങിയവരുടെ സെറ്റൊക്കെയാണ്. ഇത് വന്നിട്ട് നമ്മുടെ തിരുവണ്ണാമലൈ ആ ഒരു സെറ്റ്. പക്ഷെ ഞങ്ങളുടെ ഒരു കുടുംബത്തിൻ്റെ പ്രത്യേകത, ഞങ്ങൾക്ക് കാഞ്ചി മഠത്തിൽ നിന്നും തന്നിട്ടുള്ള ശ്രീചക്രം ഞങ്ങളുടെ തേവാരത്തിലുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും തേവാരപ്പുരയിൽ അത് പൂജയുണ്ട്. ഈ പ്രഥമയുടെ അന്ന് നമ്മൾ അവിടെ നിന്ന് അനിത്യം മേടിച്ച് ദേവിയെ ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ദേവിക്ക് ഈ 9 ദിവസം ഇവിടെ വെച്ച് പൂജയും ദാനങ്ങളും ചെയ്ത് പൂജ എടുത്തിട്ട് ദേവിയെ തിരിച്ച് നമ്മൾ തേവാരത്തിലേക്ക് കൊണ്ടുവച്ചു. വൈഭവമഠം സുബ്രഹ്മണ്യൻ അദ്ദേഹം പറഞ്ഞത് കേട്ടു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും ശ്രീചക്രയിൽ അധിഷ്ഠിതയായിരിക്കുന്ന അല്ലെങ്കിൽ ഇരിപ്പിടമാക്കിയിരിക്കുന്ന ദേവിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് പാടിയതും നമ്മൾ കേട്ടു, ചരിത്രം കേട്ടു. വളരെ രസകരമായി, വളരെ ലളിതമായി നവരാത്രി മാഹാത്മ്യം എന്നൊരു കൃതിയൊക്കെ തന്നെ നമുക്ക് മലയാളത്തിലുണ്ട്. പക്ഷേ വളരെ ലളിതമായി അത് വിസ്മയുടെ പ്രേക്ഷകരോട് അദ്ദേഹം പങ്കുവച്ചു. വിസ്മയ്ക്ക് വേണ്ടി അദ്ദേഹത്തിനോട് നന്ദി പറയുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നവരാത്രിയുടെ എല്ലാ നന്മയും ആശംസിക്കുന്നു. ഇത് വിദ്യാദേവതയുടെ ആഘോഷമാണ്, വിദ്യാദേവതയുടെ പൂജാ നാളുകളാണ്. ക്യാമറാമാൻ അനീഷിനൊപ്പം BS ജോയ്, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.